നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇറാന് മേൽ ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം ഈ മാസം 18-ന് അവസാനിക്കുമെന്ന റിപ്പോർട്ടുകൾ നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. എന്നാൽ UN മുഖേന ഉപരോധം ദീർഘിപ്പിക്കാനുള്ള US നീക്കം പരാജയപ്പെട്ടിരിക്കെ പുതിയ സാഹചര്യം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇറാനെതിരെ അന്താരാഷ്ട്ര സമൂഹം നടപടിക്ക് തയ്യാറാവണമെന്ന് സൗദി ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. ഇറാന്റെ ആണവായുധ നിർമ്മാണ നീക്കങ്ങൾ തടയുന്നതിനും കരാർ ലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും നടപടി അത്യാവശ്യമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനാണ് ആവശ്യമുന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനത്തിൽ UN വെർച്വൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. ഇറാന്റെ അന്താരാഷ്ട്ര കരാർ ലംഘനങ്ങളെ പ്രതിരോധിക്കുന്നതിന് ലോക സമൂഹം തയ്യാറാവണം. പ്രത്യേകിച്ച് 2015-ലെ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കുന്നതിന് ഇറാനെ നിർബന്ധിതമാക്കണമെന്നും മന്ത്രി UN രാഷ്ട്ര പ്രതിനിധികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. കരാറിൽ നിശ്ചയിച്ചത് പ്രകാരം പരിധിയേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം സ്റ്റോക്ക് എന്നും മന്ത്രി പ്രതിനിധികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതേസമയം ആണവായുധം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ലോകസമൂഹം ഐക്യപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമവിരുദ്ധമായി തീവ്രവാദ സംഘങ്ങൾക്ക് ധനസഹായവും ആയുധങ്ങളും നൽകി അന്താരാഷ്ട്ര സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തണമെന്നാണ് തന്റെ രാഷ്ട്രത്തിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. 2015-ലെ ആണവ കരാർ വ്യവസ്ഥ പ്രകാരം ഒക്ടോബർ 18-ന് അവസാനിക്കുന്ന ഉപരോധം നീട്ടുന്നത് ന്യായീകരിക്കാൻ പറ്റില്ലെന്നാണ് ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള നീക്കവും ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് GCC നേതൃത്വം വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് അത്യന്താധുനിക യുദ്ധവിമാനങ്ങളും മറ്റും ഉറപ്പാക്കാനുള്ള നീക്കം ത്വരിതപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ്. F-35 യുദ്ധവിമാനങ്ങൾ UAE-ക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സൗദി, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കൂടുതൽ നവീനായുധങ്ങൾ ലഭ്യമാക്കാൻ വൻ ശക്തി രാജ്യങ്ങളുമായി ചർച്ച തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.